ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സാമ്പത്തികമായുള്ളൊരു സുരക്ഷിതത്വം അനുഭവിച്ച ഒരു സമയമായിരുന്നു. കാരണം എന്താ പറയുക, 2025 എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്കൊരു ജീവിതത്തിൽ പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുനീര് കാണാൻ ഒരു മനുഷ്യനുണ്ടാവില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം തിരിച്ചറിഞ്ഞതോടുകൂടി എപ്പോഴും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ, നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫണ്ട്, അതിന് നമുക്ക് തരാനുള്ളൊരു മനുഷ്യൻ്റെ കയ്യിൽ പോയി ചോദിച്ചാൽ പോലും കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ 2025 ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു തിരിച്ചറിവാണ്, നമുക്കെപ്പോഴും ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവാണ്. നമ്മളെ കയ്യിലേക്കൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫണ്ട് മുഴുവനായിട്ട് നമ്മളങ്ങോട്ട് ചിലവഴിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചിലവഴിക്കരുത്. അതിൽ നിന്നൊരു പെർസെൻറ്റേജ് നാളത്തേക്ക്, ഒരു പെർസെൻറ്റേജ് ഇന്നത്തേക്ക്, ഒരു പെർസെൻറ്റേജ് ഫ്യൂച്ചറിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ